ഹായ് എവ്രിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ കിച്ചണിലെ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് സ്കിൻ നന്നായിട്ട് തന്നെ നിറം വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യണം ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. സത്യമായിട്ട് ഞാൻ പറയട്ടെ, സ്കിൻ നന്നായിട്ട് തന്നെ നിറം വയ്ക്കാനായിട്ട് കറുത്ത പാടുകൾ പോകും, പിന്നെ കരിവാളിപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. എത്ര ഡൾ സ്കിൻ ആണെങ്കിലും സ്കിൻ ഒന്ന് നിറം വയ്ക്കാനായിട്ടും നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ടും ഈ ഒരു ഫേസ് പാക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ആഫ്റ്റർ ബിഫോറിൻ്റെ ഒരു ക്ലിപ്സ് ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. സ്കിൻ നന്നായിട്ട് തന്നെ നിറം വയ്ക്കാനുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊന്ന് കണ്ടിട്ട് വന്നാലാ. അപ്പോൾ അതിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഉഴുന്നാണ് കേട്ടോ. ഒരു 2 സ്പൂൺ ഉഴുന്ന് നമ്മൾ തലേദിവസം ഒന്ന് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ തലേദിവസം ഇടാൻ പറ്റിയില്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ ഒന്ന് ഇട്ട് വെച്ചാലും മതി കേട്ടോ. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ടൊമാറ്റോ ആണ്. ഒരു ചെറിയൊരു ടൊമാറ്റോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഒരു പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് വേറെ ഒന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഫേസ് ഫുള്ളായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ പാക്ക് നമുക്കറിയാം അധികം ലൂസ് ആവരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യുന്ന ടൈമിലുണ്ടല്ലോ വെള്ളം അധികം ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഇപ്പോൾ ടൊമാറ്റോ നമുക്കറിയാം അതിൻ്റെ ജ്യൂസൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ടൊമാറ്റോ മാത്രം ഇട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മളുടെ പാക്ക് ഭയങ്കര ലൂസായി പോവും. അപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഡ്രൈ ആവാനും കുറേ ടൈം എടുക്കും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നീടല്ലോ ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഫേസിൽ മാത്രമല്ല കേട്ടോ, നെക്കിൻ്റെ പോർഷനിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇത് നന്നായിട്ട് തന്നെ സ്കിൻ ലൈറ്റൻ ആവണ ഒരു ബ്രൈറ്റ് ആവണ ഒരു ഫേസ് പാക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് പെട്ടെന്ന് തന്നെ എടുത്തറിയാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടില്ല, ബട്ട് ഞാനത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നെക്കിൻ്റെ പോർഷനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അധികം ടൈം നെക്കിൽ വെച്ചില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളഞ്ഞു. അതിൻ്റെ ഒരു ഡിഫറൻസ് ശരിക്കും കാണാനുണ്ട് കേട്ടോ. അവിടെ മാത്രം വേറൊരു കളറായിട്ട് നിൽക്കണം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊരു 20 മിനിറ്റ്സ് ഫേസിൽ വെച്ചിട്ട് വാഷ് ചെയ്യാം കേട്ടോ. എനിക്കൊരു 50 മിനിറ്റ്സ് ആയപ്പോഴേക്കും നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്കിൻ വലിഞ്ഞു മുറുകുന്ന ഒരു ഫേസ് പാക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്ക് ഇട്ടിട്ട് നിങ്ങൾ ആരും വർത്തമാനം പറയാനായത് അല്ലെങ്കിൽ ഫുഡ് അടിക്കാൻ ആരും ഒന്നും പോയേക്കരുത്. കാരണം നല്ല പണി കിട്ടും കേട്ടോ. പണി കിട്ടിയിട്ട് എന്നോട് വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞ് വാഷ് ചെയ്തതിന് ശേഷം എനിക്ക് ചെറിയായിട്ടൊരു ചൊറിച്ചിലുണ്ടായിരുന്നു കേട്ടോ. അത് ഈ ഉഴുന്നിൻ്റെ പാക്കൊക്കെ എനിക്ക് എപ്പോഴും ഇടുമ്പോൾ ചെറിയൊരു ചൊറിച്ചിലുണ്ട്. അത് വലിയ കാര്യമൊന്നും ആക്കണ്ട കേട്ടോ, സ്വാഭാവികമാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണ്ടോ ഫേസും നെക്കും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഞാൻ നെക്കിൽ അധികം നേരം വെച്ചില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു ഡിഫറൻസ് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നെക്കിൻ്റെ പോർഷനിൽ നിന്ന് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുമെന്നായിരിക്കും. യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു കണ്ടന്റ് ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.